പത്തനംതിട്ട സീതത്തോട് മഹാദേവി ക്ഷേത്രത്തിലെ ഉരുപ്പടികൾക്ക് തീപിടിച്ചു. ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചിരുന്ന തടി ഉരുപ്പടികൾക്കാണ് തീപിടിച്ചത്. സംഭവം ആസൂത്രിതമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആരോപിച്ചു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, സീതത്തോട് മഹാദേവി ക്ഷേത്രത്തിലെ ഉരുപ്പടികൾക്ക് തീപിടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചിരുന്ന തടി ഉരുപ്പടികൾക്കാണ് തീപിടിച്ചത്. അതേസമയം സംഭവം ആസൂത്രിതമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ ആരോപിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, തടിയുരുപ്പടികൾ കത്തിക്കരിഞ്ഞ് ചാരമായി മാറിയത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. പത്തനംതിട്ട സീതത്തോട് മഹാദേവി ക്ഷേത്രത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചിരുന്ന തടി ഉരുപ്പടികൾക്ക് തീപിടിച്ചു. സംഭവം ആസൂത്രിതമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആരോപിക്കുന്നു. ഗൂഗിൾ, ശരിക്കും എന്താണ് സംഭവിച്ചത്? അങ്ങനെ ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പത്തനംതിട്ട സീതത്തോട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന തടി ഉരുപ്പടികൾക്ക് തീ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ ക്ഷേത്ര പൂജാരിയും അതോടൊപ്പം തന്നെ ക്ഷേത്ര അധികൃതരിൽ ഒരാളുമാണ് ഈ തീ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അവർ പെട്ടെന്ന് തീ അടച്ചു. അടുത്ത മാസത്തോടുകൂടി ക്ഷേത്രത്തിന്റെ പണി തുടങ്ങാൻ വേണ്ടി വെച്ചിരുന്ന തടി ഉരുപ്പടികൾക്കാണ് തീ പിടിച്ചത്. ഇത് ആസൂത്രിതമായിട്ട് ആരോ തീയിട്ടതാണ് എന്നുള്ളൊരു സംശയമാണ് ക്ഷേത്ര അധികൃതർ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു സംശയം ഇവർ പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പത്തനംതിട്ട സീതത്തോട് മഹാദേവി ക്ഷേത്രത്തിലെ ഉരുപ്പടികൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. സംഭവം ആസൂത്രിതമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ ആരോപിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശ്. കൊല്ലം പരവൂരിൽ കടലിലിറങ്ങിയ 2 +1 വിദ്യാർത്ഥികളെ കാണാതായി. പൊഴിക്കര ദേവീക്ഷേത്രത്തിന് സമീപം കുളിക്കാനിറങ്ങിയതായിരുന്നു 5-അംഗ സംഘം. 3 വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി. ഇന്നുച്ചയ്ക്ക് 2:30യോടെയായിരുന്നു അപകടം. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നു. മനോജ്, 2 വിദ്യാർത്ഥികളെ കാണാനായിട്ടുണ്ട്, 3 വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? അവൻ 5 പേരാണ് ഈ പരവൂർ ഭാഗത്ത്, അതായത് പൊഴിക്കര ദേവി ക്ഷേത്രത്തിന് സമീപം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെ പിന്നീട് കാണാതാവുകയായിരുന്നു. ഇതോടുകൂടി തന്നെ 3 വിദ്യാർത്ഥികളെ അവിടെ സ്ഥലത്തുണ്ടായിരുന്നവർ ചേർന്ന് രക്ഷപ്പെടുത്തി. പിന്നീടാണ് ഈ 2 പേർ, അതായത് കണ്ണൻ വിപിൻ എന്ന പേരുള്ള 2 യുവാക്കളെയാണ്, അതായത് വിദ്യാർത്ഥികളെയാണ് കാണാനുള്ളത്. അവർക്കായി തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഭാഗത്ത് കൂടുതൽ ഈ തിരച്ചിൽ വിദഗ്ധരെ ഉൾപ്പെടെ കൊണ്ടുവന്ന പരിശോധന തുടരുകയാണ്. ഈ പരവൂരിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊല്ലത്തുനിന്നും മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.